ഇതൊന്ന് രോഗം മുഴുവൻ നിപ്പയെ പേടിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇതിൻ്റെ മരണനിരക്ക് തന്നെ. 90% വരെയാണ് നിപ്പയുടെ മരണനിരക്ക്. നിപ്പ രോഗത്തിൽ നിന്ന് പുറത്തു വന്ന ചില ആൾക്കാരൊക്കെ ഈ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള തകരാറിലേക്ക് പോകാം. നിപ്പ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാക്സിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. 2 രീതിയിലുള്ള വാക്സിനുകൾ റെഡിയാണ്. ലോകം മുഴുവനും ഭയത്തോടു കൂടെ കാണുന്നത് ഈ നിപ്പയ്ക്ക് ഏതൊരു സാഹചര്യത്തിലും ഒരു ജനിതക വ്യതിയാനം വരികയും വീണ്ടും കൂടുതൽ ആളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു വിപത്തിലേക്ക് പോകും. ഈ വവ്വാലുകളെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഈ പഴവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതോ അതൊന്നും നമുക്കിതിൻ്റെ ഒരു നിയന്ത്രണ രീതിയായിട്ട് ഒരിക്കലും അവലംബിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിലെ നിപ്പ രോഗവ്യാപനത്തെ ആദ്യം തിരിച്ചറിഞ്ഞ ഡോക്ടർ അനൂപ് കുമാർ AS ആണ് ഇന്ന് മാധ്യമം ഓൺലൈനുമായി സംസാരിക്കുന്നത്. നിലവിൽ ഡോക്ടർ ആസ്റ്റർ മിംസിലെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിൻ്റെ തലവനാണ്. സ്വാഗതം ഡോക്ടർ. കേരളത്തിൽ വീണ്ടും നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. സാധാരണ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേരളത്തിൽ നിപ്പയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്തത് 98 മലേഷ്യയിലാണ്. അതിനുശേഷം ഇന്ത്യയുടെ ഒരു അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ 2001 പശ്ചിമ ബംഗാൾ റിപ്പോർട്ട് ചെയ്തു. പിന്നെ 2007 റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും അവസാനം കേരളത്തോടൊപ്പം 2026 റിപ്പോർട്ട് ചെയ്തു. പക്ഷേ കേരളത്തിൽ 2018 ശേഷം തുടർച്ചയായ കൊല്ലങ്ങളിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ 10-15 കൊല്ലം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന നിപ്പ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ അടുത്തടുത്തുള്ള കൊല്ലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായ കാലങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിലെ നിപ്പയുടെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 2018 നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അന്ന് ഏകദേശം 21ഓളം ആൾക്കാർ രോഗവ്യാപനത്തിന് ഇരയാകുന്നത്. അല്ലെങ്കിൽ അതൊരു ക്ലസ്റ്റർ രൂപപ്പെടുന്ന ഒരു കൂട്ടം രോഗികളിലേക്ക് രോഗവ്യാപനം നടന്നപ്പോഴാണ് നമുക്ക് അന്ന് രോഗം തിരിച്ചറിയാൻ സാധിച്ചത്. പിന്നീട് അതിനുശേഷം 2023 ഞാൻ കാലിക്കറ്റ് ആസ്റ്റർ മിംസിലുള്ളപ്പോൾ വീണ്ടും ഒന്നിലധികം ഏകദേശം ഒരു 6 ആളിലേക്ക് രോഗം വ്യാപിക്കുന്നതും നമുക്ക് വീണ്ടും അത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തത്. മറ്റ് സമയങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏകദേശം ഒരു 8-9 പ്രാവശ്യം നിപ്പ വന്ന സമയത്തൊക്കെ അത് ഏകദേശം ഒറ്റ രോഗികളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ചെയ്തത്. നമ്മുടെ ലോകത്തിലെ വേറെ എവിടെ പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ ഒന്നിലധികം രോഗികളിലേക്ക് രോഗം വ്യാപിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ രൂപപ്പെടുമ്പോൾ മാത്രമാണ് രോഗം നിർണ്ണയിക്കപ്പെട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിൽ ഈ 2018 ആ നിപ്പയ്ക്ക് ശേഷം നമ്മുടെ ആരോഗ്യ മേഖല മുഴുവൻ ഈ നിപ്പ രോഗത്തെപ്പറ്റി കൂടുതൽ ബോധവാന്മാരായതും പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ള ആൾക്കാരിൽ ഈ രോഗത്തെപ്പറ്റിയുള്ള കുറച്ചുകൂടെ ധാരണ കൂടുതലായി വന്നതും ഈ രോഗം കൂടുതലായിട്ട് നിർണ്ണയിക്കപ്പെടാനുള്ള ഒരു കാരണമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രോഗം കൂടുതലായി വരുന്നു എന്നുള്ളതിനേക്കാൾ അധികം രോഗം വരുന്ന സമയത്തൊക്കെ കേരളത്തിൽ അത് കൃത്യമായി നിർണ്ണയിക്കപ്പെടുന്നു. ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊന്നും അത് അത്ര കൃത്യമായി നിർണ്ണയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ തന്നെ നമ്മൾ നിപ്പയുടെ ചരിത്രം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രാവശ്യം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അത് ഒരു രോഗികളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഒറ്റ രോഗികളിലൊക്കെ തന്നെ ഈ രോഗം ഒതുങ്ങി നിന്ന് പലപ്പോഴും രോഗം കൃത്യമായി നിർണ്ണയിക്കപ്പെടാതെ പോകുന്നുണ്ടാവും. അതല്ലാതെ കേരളത്തിൽ മാത്രം ഈ രോഗം വ്യാപിക്കാനോ അല്ലെങ്കിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടാനോ പ്രത്യേകിച്ച് കാരണങ്ങളില്ല. നമുക്കൊക്കെ അറിയപ്പെടുന്ന പോലെ തന്നെ ടീറോപ്പസ് മീഡിയസ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പഴന്തീനി വവ്വാലുകളാണ് ഇതിൻ്റെ മൂലസ്രോതസ്സുകൾ. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഒക്കെ നടത്തിയ പഠനങ്ങളിൽ എനിക്ക് തോന്നുന്നു 2018 മുമ്പേ നടത്തിയ പഠനങ്ങളിൽ തന്നെ ഈ കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വവ്വാലുകളുടെ സാന്നിധ്യവും അതേപോലെ തന്നെ ഈ വവ്വാലുകളിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഈ വൈറസിൻ്റെ സാന്നിധ്യവും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ വവ്വാലിൻ്റെ ഈ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണക്ഷാമമോ ഒക്കെ വരുന്ന സമയത്താണ് ഈ വൈറസ് കൂടുതൽ ഉദ്ദീപിക്കപ്പെടുന്നതും ഈ സ്പിൽ ഓവർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ വവ്വാലിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. ഈ പുറത്ത് വന്നതുകൊണ്ട് തന്നെ അത് മനുഷ്യരിലേക്ക് രോഗം വരണമെന്നില്ല. ആ പുറത്ത് വരുന്ന സമയത്ത് അത് മനുഷ്യന് അതിൻ്റെ ഈ സ്രവങ്ങളുമായി ഏതെങ്കിലും രീതിയിൽ നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെ മറ്റ് പഴവർഗ്ഗങ്ങളിലൂടെയോ വേറെ ഏതെങ്കിലും രീതിയിലൂടെയോ സമ്പർക്കം വരുമ്പോൾ മാത്രമേ അത് മനുഷ്യരിലേക്ക് രോഗം വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഈ രോഗമുണ്ടാകാം. അത് കൃത്യമായി നിർണ്ണയിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു സർവൈലൻസ് സിസ്റ്റത്തിൻ്റെ മെച്ചമാണോ ഇങ്ങനെ നമുക്ക് വേഗം രോഗം നിർണ്ണയിക്കാൻ പറ്റുന്നത്? സർവേലൻസ് സിസ്റ്റം വേറെ, ഡയഗ്നോസിസ് വേറെ. അപ്പം നമുക്ക് സർവേലൻസ് സിസ്റ്റം തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടത് കേരളത്തിൻ്റെത് ബെറ്ററാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പിനോ ഒന്നും നമുക്ക് അവരുടെ അടുത്തൊന്നും അടുത്തേക്ക് നമ്മൾ സർവേലൻസ് സിസ്റ്റം എത്തിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മളിവിടെ നല്ല ഡോക്ടർമാരുണ്ട്. അതിൻ്റെ ഈ രോഗിയുടെ രോഗാവസ്ഥയും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് രോഗം വേഗം നിർണ്ണയിക്കാൻ നമ്മുടെ മെഡിക്കൽ സംവിധാനത്തിന് കഴിയുന്നുണ്ട്. ഓക്കെ, 2018 കേരളത്തിൽ ആദ്യമായി നിപ്പ സ്ഥിരീകരിക്കപ്പെടുന്നത്. പേരാമ്പ്ര സ്വദേശിയായ ഒരാൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അയാൾക്ക് അന്ന് മസ്തിഷ്ക ജ്വരമെന്നാണ് മറ്റു ഡോക്ടർമാരെല്ലാം പറഞ്ഞത്. മസ്തിഷ്ക ജ്വരത്തിനപ്പുറത്തേക്ക് ഇയാൾക്ക് മറ്റൊരു വൈറസ് രോഗം ഇയാൾക്കുണ്ട് എന്ന് ഡോക്ടറിന് തോന്നിയ നിമിഷം ഏതായിരുന്നു? അല്ല, അതിന് പല സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം മുമ്പത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ സൂചിപ്പിച്ചതാണ്. 2018 മെയ്യിലാണ് ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗലക്ഷണങ്ങളുമായി ഒരു രോഗി ICUവിൽ പ്രവേശിപ്പിക്കുന്നതും ആ രോഗിയുടെയുമായി അടുത്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഏകദേശം 2 ആഴ്ച മുൻപേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് സമാനമായ രോഗലക്ഷണങ്ങളായിട്ട് മരണപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് എൻ്റെ വീട് പേരാമ്പ്രയ്ക്കടുത്ത ഉള്ളിയേരിയിലാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു അടുത്ത ബന്ധു എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ കുടുംബവുമായിട്ടുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ കൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും മറ്റാർക്കെങ്കിലും ആ പ്രദേശത്തോ വീട്ടിലോ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവരില്ല എന്ന് പറയുകയും പിന്നീട് 2 പേർക്കും കൂടെ ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളത് അവർ ആശുപത്രിയിലേക്ക് വരികയും അവരെ ഞാൻ നേരിട്ട് പോയിട്ടാണ് അന്ന് ഈ അത്യാഹിത വിഭാഗത്തിൽ പരിശോധിച്ചത്. ആ സമയത്ത് അവർക്ക് നിപ്പയ്ക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് അവർക്കും മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വരുന്നു. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് അവിടെയാണ്. നമുക്കൊരു ക്ലസ്റ്റർ രൂപപ്പെടുകയാണ്. സാധാരണ രീതിയിൽ ഈ മസ്തിഷ്ക ജ്വരത്തിന് നമ്മുടെ നാട്ടിൽ കാണുന്ന പല ടൈപ്പുള്ള മസ്തിഷ്ക ജ്വരങ്ങളുണ്ട്. അതിനകത്തൊന്നും തന്നെ ഇതേ ഒരു കൂട്ടം രോഗികളിലേക്ക് രോഗം വരുന്നത് വളരെ കുറവാണ്. അതാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഈ ക്ലസ്റ്റർ രൂപപ്പെടുന്നത് ചില അപൂർവം ഈ മസ്തിഷ്ക ജ്വരങ്ങളിലേ ഉള്ളൂ. അതിലൊന്ന് നിപ്പയാണ്. മറ്റൊന്ന് കുട്ടികളിലൊക്കെ കാണുന്ന ചന്ദിപ്പുര വൈറസ് പറയുന്ന മറ്റൊരു വൈറസാണ് ഇത്തരം ക്ലസ്റ്റർ രൂപപ്പെടുന്നത്. പിന്നീടാണ് ഈ രോഗിയുടെ തന്നെ ഈ നമ്മൾ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഈ 3 രോഗികളിലും കണ്ട രോഗലക്ഷണങ്ങൾ അത് നമ്മൾ ഇതുവരെ നമ്മൾ കണ്ട രോഗലക്ഷണങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. ഈ രക്തസമ്മർദ്ദം വളരെ കൂടുക, ഹൃദയമിടിപ്പ് വളരെ കൂടുക, പെട്ടെന്ന് തന്നെ രോഗി മോശമാവുന്ന സാഹചര്യങ്ങളിലേക്ക് പോവുക, സെഗ്മെൻ്റൽ മയോക്ലോണസ്, അതായത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുക. അപ്പോൾ ഈ അപൂർവമായ ചില രോഗലക്ഷണങ്ങൾ, സാധാരണ കാണാത്ത രോഗലക്ഷണങ്ങൾ, അതാണ് നമ്മുടെ ഈ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു ഈ ഫോറസ്റ്റിന് അടുത്തുള്ള പേരാമ്പ്ര ജാനകിക്കാടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പ്രദേശത്താണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴാണ് ഇത് സാധാരണ അല്ലാത്തൊരു വൈറസാണ് എന്നുള്ളൊരു സംശയം രൂപപ്പെടുകയും അതിനുശേഷം അത് മണിപ്പാൽ വൈറോളജിയിലേക്ക് നമ്മൾ സ്രവ പരിശോധനയ്ക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ അവിടുത്തെ ഒരു കൂട്ടം ഡോക്ടർമാർ കൂടി ചർച്ച ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി നമ്മളെ മനസ്സിലേക്ക് വരുന്നതും ഉടനടി മണിപ്പാൽ വൈറോളജിയായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് നമുക്കത് കൃത്യമായി ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കിയതും നമുക്ക് ബാക്കി അറിയാം, ചരിത്രമാണ് ബാക്കി. നമ്മൾ ആരോഗ്യ സംവിധാനം മുഴുവൻ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മറ്റ് രോഗികളെ മുഴുവൻ ഉടനടി കണ്ടുപിടിക്കാനും നിയന്ത്രിച്ച് നിർത്താനും സാധിച്ചത്. പിന്നീട് 2019 ഈ എറണാകുളത്ത് ആസ്റ്റർ മെഡിസിറ്റി വെച്ചിട്ട് ഒരു രോഗിക്ക് രോഗം നിർണ്ണയിക്കുന്നത്. അന്ന് ആ രോഗിക്ക് സാധാരണ രീതിയിലുള്ള രോഗലക്ഷണങ്ങളും ഈ സെറിബെല്ലൈറ്റിസ് എന്ന് പറയും, നമ്മുടെ ഈ നടക്കുമ്പോഴൊക്കെ ഒരു ഭാഗത്തേക്ക് ആടിപ്പോകുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ അന്ന് ഈ സാധാരണ രീതിയിലുള്ള എല്ലാ വൈറസിനെയും ഒരുമിച്ച് സ്ക്രീൻ ചെയ്യുന്ന രീതിയിലുള്ള ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ നിപ്പയാണെന്നുള്ള രീതിയിലുള്ള സംശയം വന്നത്. പിന്നീട് പല പ്രാവശ്യവും നമ്മൾ ഈ രോഗലക്ഷണങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഈ MRIയിൽ കാണുന്ന ചില വ്യത്യാസങ്ങളിലൂടെയോ ഒക്കെ തന്നെയാണ് ഓരോ പ്രാവശ്യവും ചികിത്സിച്ച ഡോക്ടർമാർക്ക് ഈ രോഗം ഇന്നതാണെന്ന് മനസ്സിലായത്. ഞാൻ 2018 രോഗം നിർണ്ണയിക്കാൻ സാധിച്ചു.
പിന്നീട് ഞാൻ ആസ്റ്റർ മിംസിൽ ജോയിൻ ചെയ്ത ശേഷം 2023 ഞാൻ പറഞ്ഞു കേരളത്തിൽ രണ്ടാമത്തെ ക്ലസ്റ്റർ രൂപപ്പെട്ടപ്പോഴും അതും ഇതേ രീതിയിൽ തന്നെ ഈ പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള സ്ഥലത്തു നിന്നായിരുന്നു. അതും ഇതേ രീതിയിൽ തന്നെ ഈ ചില രോഗലക്ഷണങ്ങൾ കണ്ട വ്യത്യാസങ്ങളും മുമ്പൊരു രോഗി മരണപ്പെട്ടതൊക്കെ വെച്ചിട്ട് കൂട്ടി വായിച്ചപ്പോഴാണ് അതിനും സാധ്യത തോന്നിയത്. പിന്നീട് കുറച്ച് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2024 ഒരു കുട്ടി പെരിന്തൽമണ്ണയിൽ നിന്ന് റെഫർ ചെയ്യുന്നത്. അതിൻ്റെ ഇതേ രീതിയിൽ തന്നെ MRIയിൽ കണ്ട ചില ഈ വ്യത്യാസങ്ങളും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രത്യേക ടൈപ്പുള്ള അപസ്മാരവും അതിൻ്റെ രോഗലക്ഷണങ്ങളിലാണ് അന്ന് ഇതേ രീതിയിൽ നിപ്പയാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിച്ചത്. പിന്നീട് ഈ പ്രാവശ്യം അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇതേ രീതിയിലുള്ള രോഗലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് ഈ രോഗമായിരിക്കാം എന്നുള്ളത് ഒരു സംശയത്തിലേക്ക് എത്തിയത്. അതും MRIയിൽ കണ്ട ചില വ്യത്യാസങ്ങളും രോഗിയിലെ സിംറ്റംസിൽ കണ്ട വ്യത്യാസങ്ങളുമായിരുന്നു നമുക്ക് ഈ രോഗമാണെന്നുള്ള ഒരു സാധ്യതയിലേക്ക് വന്നതും ഈ സ്രവ പരിശോധനയിലൂടെ നമുക്കത് രോഗം നിർണ്ണയിക്കാൻ സാധിക്കുകയും ചെയ്തത്. ഈ നിപ്പയുടെ മരണനിരക്ക് എന്ന് പറയപ്പെടുന്നത് മറ്റ് എല്ലാ രോഗങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. ഏകദേശം 75%. അതായത് 100 പേർക്ക് ഈ രോഗം ബാധിച്ചാൽ 75 പേര് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ടാണ് നിപ്പയ്ക്ക് ഇത്രയധികം വലിയൊരു മരണനിരക്ക് ഉണ്ടാകാനുള്ള കാരണം? ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുക? ഇതൊന്ന് രോഗം മുഴുവൻ നിപ്പയെ പേടിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഇതിൻ്റെ മരണനിരക്ക് തന്നെയാണ്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 70% മുതൽ 90% വരെയാണ് നിപ്പയുടെ മരണനിരക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലേക്കൊരു വ്യാപനം വന്നു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ അത് വലിയൊരു രീതിയിലേക്കുള്ള നാശം പരത്താം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടനയും അതേപോലെ തന്നെ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസിലൊക്കെ തന്നെ ഈ പഠനം നടത്തുന്ന ആൾക്കാരും നിപ്പയെ എപ്പോഴും പേടിയോടുകൂടെ കാണുന്നത്. അത് മരണനിരക്ക് കൂടാനുള്ള കാരണം നമുക്കറിയാം. ഇപ്പോൾ റാബീസ്, നമ്മുടെ പേവിഷബാധ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായ രീതിയിലുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും മരണനിരക്ക് ഏകദേശം 100%. അതിന് കാരണം അത് തലച്ചോറിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് ചികിത്സയിലൂടെ നോർമലാക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ നിപ്പ വൈറസും നമ്മുടെ തലച്ചോറിൽ അതേപോലെ ശ്വാസകോശത്തിൽ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ മയോകാർഡൈറ്റിസ് ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പലപ്പോഴും മുഴുവനായി റിവേഴ്സിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ നിപ്പ രോഗത്തിൽ നിന്ന് പുറത്ത് വന്ന ചില ആൾക്കാരൊക്കെ അവർക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള കാരണം അവർക്ക് ഈ ന്യൂറോളജിക്കൽ സെക്കുല എന്ന് പറയും. നമ്മൾ ഈ ചില ഈ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള തകരാറിലേക്ക് പോകാം. അപ്പോൾ ഈ വൈറസിന് ശരീരത്തിലെ തലച്ചോറിനും അതേപോലെ തന്നെ ശ്വാസകോശത്തിനൊക്കെ തന്നെ വളരെ ഗുരുതരമായ വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയുന്നത് ഒരു കാര്യം. രണ്ടാമത് നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പല ചികിത്സാ രീതികളുണ്ടെങ്കിലും മോണോക്ലോണൽ ആൻറ്റിബോഡി ഉണ്ട്, അതേപോലെ ചില റെംഡിസിവിർ പോലെയുള്ള ആൻറ്റിവൈറൽ മരുന്നുകളുണ്ട്. ഇതൊന്നും തന്നെ 100% ഫലപ്രദമല്ല. അപ്പോൾ ഇത് 2 കാരണങ്ങളാണ് ഈ മരണനിരക്ക് കൂടാനുള്ള സാധ്യത. ഇപ്പോൾ ജപ്പാനിൽ നിന്നുൾപ്പെടെ കേരളത്തിലെ നിപ്പ പ്രതിരോധത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെയധികം സങ്കീർണമായ ഒരു ചികിത്സയാണ് നിപ്പയ്ക്ക് വേണ്ടത്. അപ്പം കേരളം എന്തുതരം ചികിത്സയാണ് നിപ്പ രോഗപ്രതിരോധത്തിനായി കേരളം അവലംബിച്ചിട്ടുണ്ടായിരുന്നത്? അല്ല, കേരളത്തിനൊരു ചികിത്സ, പശ്ചിമ ബംഗാളിനൊരു ചികിത്സ, അല്ലെങ്കിൽ മലേഷ്യയിൽ മറ്റൊരു ചികിത്സ, അങ്ങനെയല്ല. ലോകത്ത് മുഴുവൻ ഇതിനുപയോഗിക്കുന്ന ചികിത്സാ രീതികൾ ഏകദേശം സമാനമാണ്. ഞാനൊന്ന് പറഞ്ഞു, നമ്മുടെ രോഗത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉപയോഗിക്കാം. അത് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ അത് ഈ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ നിന്ന് ഹെൻഡ്ര വൈറസ് എന്ന് പറയുന്ന നിപ്പയ്ക്ക് സമാനമായ മറ്റൊരു വൈറസ്, കുതിരയിലൊക്കെ കാണുന്ന ഹെൻഡ്ര വൈറസിനെതിരെ ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡിയാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു പരിധിവരെ ഫലപ്രദമാണ്. പിന്നീട് നമുക്ക് എബോളയ്ക്കും മുമ്പ് കോവിഡിലൊക്കെ ഉപയോഗിച്ച റെംഡിസിവിർ എന്ന് പറയുന്ന ഒരു മരുന്നാണ് മറ്റേത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. റിബാവൈർ എന്ന് പറഞ്ഞ മറ്റൊരു ആൻറ്റിവൈറൽ മരുന്നും ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊന്നും 100% ഫലപ്രദമല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് കൃത്യമായ രീതിയിലുള്ള ICU സംവിധാനങ്ങളും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് കുറേ രോഗികളൊക്കെ തന്നെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്.
അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ചർച്ച കേരളത്തിലെ മരണനിരക്ക് ഇത്ര നിന്നു എന്തുകൊണ്ട് കുറയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാബീസ് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നാലും അമേരിക്കയിൽ വന്നാലും ഒക്കെ തന്നെ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഈ നിപ്പ രോഗവും നമ്മൾ ആരോഗ്യരംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യങ്ങൾ വന്നാൽ പോലും ഈ രോഗിയെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലേക്ക് ജീവിതത്തിലേക്ക് എത്തിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. നിപ്പ ഒരു തവണ വന്നയാൾക്ക് പിന്നീട് വരാനുള്ള സാധ്യതയുണ്ടോ? അതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഈ പല വൈറസ് അസുഖങ്ങൾക്കും ഒരു അണുബാധ നമുക്ക് അതിനുള്ള പ്രതിരോധ ശക്തി തരുമെങ്കിലും അത് എത്ര കാലത്തേക്ക് നിപ്പയുടെ കാര്യത്തിൽ നിലനിൽക്കും എന്നുള്ളതിന് കൃത്യമായ പഠനങ്ങളില്ല. അതേപോലെ തന്നെ നിപ്പയുടെ കാര്യത്തിലുള്ള ഒരു വേറൊരു പ്രത്യേകത റിലാപ്സിങ് എൻസെഫലൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അതായത് ഒരു രോഗിക്ക് ഈ മസ്തിഷ്ക ജ്വരം വന്ന് വിമുക്തി പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞാലും പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ഈ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ഈ ശരീരത്തിൽ അത് ഡോർമൻ്റായി നിൽക്കുക എന്ന് പറയും, അടങ്ങി നിൽക്കുന്ന ആ വൈറസ് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് വീണ്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അത് കേരളത്തിൽ തന്നെ ഒരു രോഗിക്ക് അത് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, നമ്മളത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഒരു ആരോഗ്യ പ്രവർത്തകൻ അത് വീണ്ടും ആ രീതിയിൽ രോഗം വരികയും അദ്ദേഹത്തിന് ഇപ്പോഴും മുഴുവനായി നോർമൽ അവസ്ഥയിലേക്ക് എത്താത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അതും നിപ്പയുടെ കാര്യത്തിൽ സംഭവിക്കാം. ഒരു വാക്സിൻ സാധ്യമാണോ? തീർച്ചയായും വാക്സിൻ ഓൾറെഡി 2 വാക്സിനുകൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ആഴ്ച തന്നെ അവസാനം ഈ നേപ്പാളിൽ അതിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. ലോകത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ഈ സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും എല്ലാം കൂടെയുള്ള അതിൻ്റെ അവസാനഘട്ട ഈ വാക്സിൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു മീറ്റിംഗാണ് അതിനകത്ത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി ഒരു നിപ്പ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാക്സിൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും. 2 രീതിയിലുള്ള വാക്സിനുകൾ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ പഠനം 1-ാം ഘട്ടം 2-ാം ഘട്ട പഠനം കഴിഞ്ഞു. ഇനി നമുക്ക് ഔട്ട് ബ്രേക്ക് ട്രയൽ എന്ന് പറയും. ഏതെങ്കിലും സമയത്ത് നിപ്പ ഒരു പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ വാക്സിൻ ഉപയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഒരു 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 പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചുരുങ്ങിയ രോഗികളിലേക്ക് വരുന്ന ഒരു വൈറസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സമൂഹത്തെ മുഴുവൻ വാക്സിൻ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ലോകം മുഴുവനും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഭയത്തോടു കൂടെ കാണുന്നത് ഈ നിപ്പയ്ക്ക് ഏതൊരു സാഹചര്യത്തിലും ഒരു ജനിതക വ്യതിയാനം വരികയും അതൊരു പുതിയ ടൈപ്പുള്ളൊരു നിപ്പ വൈറസായി നമ്മൾ ഈ കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു നിപ്പ എക്സ് എന്നാണ് നമ്മളത് സാധാരണ സൂചിപ്പിക്കാറ്. നിപ്പ ഇപ്പോഴത്തേതിൽ നിന്ന് ചെറിയൊരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപന രീതി പെട്ടെന്ന് കൂടുകയും ഇപ്പോൾ കാണുന്ന പോലെ തന്നെ തന്നെ രോഗം നിയന്ത്രണ വിധേയമാകുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി ഒരാളിൽ നിന്ന് വ്യാപിക്കുമ്പോഴേക്ക് വീണ്ടും കൂടുതൽ ആളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു വിപത്തിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയും സെപി തുടങ്ങിയ ഇതുമായി ബന്ധപ്പെട്ട ഈ സംഘടനകളൊക്കെ നോക്കുന്നതും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേ രീതിയിലുള്ള വാക്സിൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു പുതിയ പുരോഗതി. ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായോ അങ്ങനെ എന്തെങ്കിലും സാമ്യമുണ്ടോ? അല്ല, അങ്ങനെയല്ല. നമുക്കിതിനകത്ത് ഈ ടീറോപ്പസ് മീഡിയസ് എന്ന് പറയുന്ന വവ്വാലുകളുടെ ഒരു വാസസ്ഥലമുണ്ട്, ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ ഈ വൈറസ് ബാധയ്ക്ക് ഈ വവ്വാലുകളിലൊക്കെ ഈ വൈറസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലൊക്കെ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, അതേപോലെ ഇന്ത്യ, ബംഗ്ലാദേശ് രാജ്യങ്ങളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവരൊന്നും തന്നെ നമ്മളിപ്പോൾ നോക്കുന്ന രീതിയിൽ വളരെ ഓരോ രോഗികളിലും ഇതേ രീതിയിൽ വളരെ കൃത്യമായി നിപ്പ ആണോ എന്നുള്ള രീതിയിൽ പരിശോധന നടത്തുന്നില്ല. ഈവൻ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജപ്പാൻ സംഘം നമ്മുടെ ആശ്രം മിംസിൽ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ കാര്യം നമ്മളൊക്കെ നോക്കുന്ന രീതിയിൽ നിപ്പയുടെ ഒരു സാധ്യത ഒരു മസ്തിഷ്ക ജ്വരവുമായി വരുന്ന രോഗികളിൽ അവരത് കൂടുതലായി ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരം രാജ്യങ്ങളിലൊക്കെ രോഗമുണ്ടാവാമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് അവരും ഉള്ളത്. പക്ഷേ ഈ വലിയ രീതിയിലേക്കുള്ള നമ്മൾ 2018 കേരളത്തിലുണ്ടായ പോലെ അല്ലെങ്കിൽ നമ്മൾ ഈ വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ ആദ്യം ഉണ്ടായ പോലെ കുറേ രോഗികളിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇതുവരെ അവിടെയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവിടെയൊക്കെ ഈ രോഗനിർണയം നടക്കാത്തത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അവലോകനം.
ഇപ്പം ഈ നിപ്പ വൈറസ് വവ്വാലുകൾ ദേഹത്തുണ്ടെങ്കിൽ വവ്വാലുകൾ ഈ നിപ്പ ബാധിച്ച് മരിക്കാറുണ്ടോ? ഇല്ല, അതാണ് ഇത്തരം വൈറസുകളിലൊക്കെ ഒരു രീതി. കാരണം ഈ എബോള വൈറസ് ആണെങ്കിലും ഈ നിപ്പ വൈറസുകളാണെങ്കിലും ഒക്കെ തന്നെ വവ്വാലിൻ്റെ ശരീരത്തിൽ ഈ വൈറസുകൾ വർഷങ്ങളായി തന്നെ ഉണ്ട്. അതിപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് വന്നതല്ല. പക്ഷെ അത് വവ്വാലിൻ്റെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാറില്ല. നേരെ മറിച്ച് അത് വവ്വാലിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും വളരെ കുറവാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിലുള്ള വ്യത്യാസമാവാം, അതിൻ്റെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ഈ അതിൻ്റെ പാർപ്പിടത്തിൻ്റെ അതിനൊക്കെയുള്ള പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസം വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഈ നമ്മുടെ ഇതിൻ്റെ ഡീഫോറസ്റ്റേഷനോ ഈ വനനശീകരണമോ അതല്ലെങ്കിൽ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മറ്റ് മനുഷ്യരൊക്കെ തന്നെ കൂടുതൽ അതിക്രമിച്ച് കടക്കുന്നതോ ഒക്കെ തന്നെ ഇതിൻ്റെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുകയും ഈ വൈറസുകളെ ഉദ്ദീപിപ്പിക്കപ്പെടുകയും അതൊരളവ് കൂടുതൽ അതിൻ്റെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് ഈ സ്പിൽ ഓവർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു മെക്കാനിസത്തിലൂടെ വൈറസ് പുറത്തു വരുന്നതും ഈ ചില പ്രത്യേക സാഹചര്യങ്ങൾ മനുഷ്യന് അതിൻ്റെ ഇരയാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ നിപ്പ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിസി ലെവലിൽ എന്ത് മാറ്റമാണ് എടുക്കാൻ പറ്റുക? അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ആരോഗ്യ രംഗത്തുള്ള ആൾക്കാരെയും ഇത്തരം പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ തന്നെ കൂടുതൽ ബോധവൽക്കരിക്കുകയും ഇത്തരത്തിലുള്ള സമാന രോഗലക്ഷണങ്ങൾ വരുമ്പോൾ രോഗം എത്രയും പെട്ടെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഈ വവ്വാലുകളെ മുഴുവൻ കൊന്നൊടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഈ പിന്നെ പഴവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതോ അതൊന്നും നമുക്കിതിൻ്റെ ഒരു നിയന്ത്രണ രീതിയായിട്ട് ഒരിക്കലും അവലംബിക്കാൻ പറ്റുന്നതല്ല. ഈ സമാന രോഗലക്ഷണങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രോഗം നിർണ്ണയിക്കുകയും അതേ രീതിയിൽ തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിക്കേണ്ടത് സർവേലൻസ് സിസ്റ്റം, ഈ മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഒക്കെ കൃത്യമായ രീതിയിലുള്ള ഒരു സർവേലൻസ് സിസ്റ്റം ഉൾപ്പെടുത്തുകയും എല്ലാ മസ്തിഷ്ക ജ്വരങ്ങളും കൃത്യമായി ഏത് ടൈപ്പിലുള്ളതാണെന്ന് നിർണ്ണയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും നമ്മുടെ രോഗം ഒരു പരിധിയിൽ കൂടുതൽ വ്യാപിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ മരണനിരക്ക് വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ വാക്സിനെ പറ്റി ആലോചിക്കേണ്ടി വരിക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലോ ഇന്ത്യയിലെ ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലോ വാക്സിൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല.